രാവിലെ ഇന്നലെ കഴുകിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അത് ഉണങ്ങിയതല്ല, അത് സ്ഥാനത്ത് എടുത്ത് വെച്ചു. പിന്നെ ചായ റെഡിയായിരുന്നു, ചായയൊക്കെ കുടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് അങ്ങ് വെള്ളം അങ്ങ് തിളപ്പിക്കാൻ വെച്ച്. പിന്നെ ഉച്ചയ്ക്ക് വെക്കുന്നത് ഒരു രസമാണ്. അപ്പം ഞാൻ പുളി ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിച്ചിരി മണൽ തരി പോലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ വലിയ അരിപ്പയിൽ ആദ്യം ഒന്ന് അരിച്ച് അതിന് ശേഷം കുഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഈ പുളിവെള്ളവും കുറച്ച് കുരുമുളകും ഉപ്പും എല്ലാം കൂടെ ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുവേ. അപ്പോൾ തൊട്ട് നോക്കുമ്പം ചെറിയ തരിതരി പോലുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തത്. കുരുമുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യൽ മുട്ടക്കറി എന്ന് വെച്ചാൽ ആ മുട്ടയുടെ ഷേപ്പിലൊരു വ്യത്യാസം. ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിലേക്ക് സവാള, ടൊമാറ്റോ, കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം കൊണ്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സ്വല്പം മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ എനിക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതുകൊണ്ട് ഈ ചീനച്ചട്ടിയിൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ വലിയൊരു പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ വഴറ്റിയ സവാളയൊക്കെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഞാനിതിലേക്ക് ഇങ്ങനെ 5 മുട്ട ഇങ്ങനെ ഇച്ചിരി സ്പേസ് വിട്ടിട്ട് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് നേരം തീ ഒന്ന് കുറച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം. തീ അധികം അങ്ങ് ആകരുതേ, കാരണം അത് ഉള്ളിയൊക്കെ അടിക്ക് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റത്തില്ലല്ലേ. അതുകൊണ്ട് ഈ മുട്ട കുറച്ച് നേരം ഞാനിങ്ങനെ ഒന്ന് അടച്ച് വെച്ച് എന്നിട്ട് ആ മുട്ടയൊന്ന് വേവട്ടെ, മുകളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ആ നേരം കൊണ്ട് നമ്മുടെ രസമൊക്കെ ഒന്ന് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇതിലിനി കടുക് കൂടെ വറുത്ത് ചേർക്കണം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ജീരകം ഇട്ട് പൊട്ടിച്ച് എന്നിട്ട് ഇച്ചിരി കടുക് കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം. ഞാൻ സവാളയാണ് ചേർത്തത്, കറിവേപ്പില ഇതെല്ലാം കൂടെ നന്നായി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാനത് അവിടെ മൂത്തിട്ടില്ല. ഞാൻ അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കിയോണ്ടേ ശരിക്കും അത് വെന്തിട്ടില്ല. നമുക്ക് തിരിച്ചിടാനായിട്ട് മുകൾ ഇച്ചിരി കൂടെ ഒന്ന് വേവണം. ഞാൻ ഈ കടുക് വറക്കാനായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ടിട്ട് അത് നന്നായി ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് രസത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിത് നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ പറ്റും. ഞാൻ എല്ലാം ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് കൂടെ തീ ഓഫാക്കിയാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കിന് ആ തിരിച്ചിട്ട വശം കൂടെ ഒന്ന് വെന്ത് കിട്ടും. ഇത് നമ്മൾ ഈ മുട്ടയൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് പോലെ കിട്ടും. നമ്മളിപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട ഇങ്ങനെ എടുക്കുമ്പം തന്നെ ഓരോ മുട്ട ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നല്ല തിക്ക് ഗ്രേവിയും കൂടെ കിട്ടും. അപ്പോൾ അത് കൂട്ടി കഴിക്കാൻ നല്ലതാണ്. നമുക്ക് ചാറ് കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഒരു അടിപൊളി ടേസ്റ്റായത്. എനിക്ക് ഈ മുട്ട പുഴുങ്ങി കറിക്കകത്തിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി പൊട്ടിച്ചൊഴിച്ച് കഴിക്കുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ മക്കൾക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ.